ദേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണെന്ന്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൻ വൃക്ഷം, അതിൻ്റെ ചാഞ്ഞു നിൽക്കുന്ന അതികൂറ്റൻ ശാഖ, അതോ ആ ഇലകളുടെ ഡാർക്ക് ഗ്രീൻ കളർ നീലാകാശത്തിൻ്റെയും നീല തടാകത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ എന്നാ ഭംഗിയാണെന്ന്. പിന്നെ ദേ അതീവ ഭംഗിയായി ചെറിയ വളവോടെ, ശരിക്കും പറഞ്ഞെന്നാൽ ഒരു കലാകാരൻ്റെ കരവിരുത് വിളിച്ചറിയിക്കുന്ന അതിമനോഹരമായ നീണ്ട ഒരു വാല് പോലെ കിടക്കുന്ന കൽപ്പടവുകൾ. വാവ്, ഇതെല്ലാം കൂടി ഈ ലേക്കിൻ്റെ ഭംഗി കൂട്ടുന്നില്ലേ? അങ്ങ് ദൂരെ തടാകത്തിൻ്റെ അക്കരയിൽ തിങ്ങി നിൽക്കുന്ന വൻമരങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണ്. ഓ, എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. ഇത് കണ്ടാൽ മാത്രം മതി ഇവിടെ വന്നതിൻ്റെ കാശ് വസൂലാക്കാം. ഇത് എവിടെയാണെന്നോ? ഇത് നമ്മുടെ തേക്കടി വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയതാണെന്നേ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. തേക്കടി ഒന്ന് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ പറയും, ഓ തേക്കടി എന്നാ കാണാനാണ്, വെറുതെ ഒരു ലേക്കും അതിനകത്ത് മുഴുവൻ കുറ്റികളും, വല്ലപ്പോഴും ഒരു കുരങ്ങനെയോ നീർനായയോ കണ്ടാൽ ഭാഗ്യം എന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തത്തേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1980 ഞങ്ങൾ തേക്കടിക്ക് പോയിട്ടുണ്ട്. അന്നേരം ഒരു ബോട്ട് യാത്ര ചെയ്തപ്പോൾ ഒറ്റ മൃഗത്തെ പോലും കണ്ടില്ല. എങ്കിലും എനിക്ക് ആ പ്രകൃതിരമണീയമായ ലേക്കിലൂടെയുള്ള യാത്ര ഒരുപാട് ഇഷ്ടമായിരുന്നു. കൂടാതെ അവിടുത്തെ ക്ലൈമറ്റും, അന്ന് അമ്പാടി റിസോർട്ടിൽ താമസിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മകളായി ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒന്ന് തേക്കടിക്ക് പോകാമെന്ന്. ഏതാണെങ്കിലും ഇപ്രാവശ്യം ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞ ഉടനെ ഞാൻ ബാക്ക് പാക്കും പാക്ക് ചെയ്ത് ഒറ്റ വിടിയിൽ നേരെ ചെന്ന് നിന്നത് തേക്കടിയിൽ. ഉച്ച കഴിഞ്ഞ് യാത്ര തിരിച്ചതിനാൽ 5 മണിയോടെയാണ് ഞങ്ങൾ തേക്കടിയിലെത്തിയത്. ഞങ്ങൾ ഇപ്രാവശ്യം താമസിച്ചത് കൽപ്പവനം റിസോർട്ടിലാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തേക്കടിയിലെ ബോട്ട് യാത്രയ്ക്ക് പോയി. പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. പെരിയാർ ടൈഗർ റിസോർട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നിടത്ത് കാർ പാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് ഒരു ഷട്ടിലെടുത്ത് വേണം ബോട്ട് ജെട്ടിയിലെത്താൻ. പാർക്കിങ്ങിനും ഷട്ടിലിനും ഫോറസ്റ്റ് എൻട്രൻസിനും ഒക്കെ ഫീ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബോട്ടിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം. ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിരുന്നു. എൻ്റെ പൊന്നേ, ഇവിടുത്തെ കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് പ്രൈസ് കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഓൺലൈനിൽ ഒരാൾക്ക് 450 രൂപ കൊടുത്താണ് ഞാൻ ടിക്കറ്റ് വാങ്ങിയത്. എന്നാൽ ഇവിടെ കൗണ്ടറിൽ വെറും 225 രൂപ മാത്രം. ശരിക്കും ഇത് എന്തോ ഒരു അന്യായമാണെന്ന് നോക്കണേ. അന്നേരം ഞാൻ വിചാരിച്ചു ഇതിൽ പാർക്കിങ്ങും ഷട്ടിൽ ഫീയും എല്ലാം ഉൾപ്പെട്ടതായിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമില്ല. അതിന് ഞാൻ വേറെ സെപ്പറേറ്റ് പേ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ. എനിവേ, ബോട്ട് ജെട്ടിയിലോട്ട് ഷട്ടിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ബോട്ട് ജെട്ടിയിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ, മനസ്സിനും ഹൃദയത്തിനും കുളിർമ നൽകുന്ന ആ വനഭംഗി കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്ന് അതിലങ്ങ് ലയിച്ചു പോയി. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങൾ, ആ വൃക്ഷച്ചില്ലകൾക്കിടയിലൂടെ കാണാവുന്ന നീലാകാശവും അതേ നിറത്തിലുള്ള നീല തടാകവും, തടാകത്തിൻ്റെ അതിരുകളെ കൊത്തിവെച്ച പോലത്തെ ലാൻഡ്സ്കേപ്പിങ്ങും, വിവിധ ഷെയ്ഡുകളുള്ള വൃക്ഷങ്ങളെയൊക്കെ കാണാൻ എന്ത് രസമാണെന്നോ, നോക്കിക്കേ. പിന്നെ ദേ ഇത് കണ്ടോ, സ്റ്റെപ്പുകൾ കെട്ടി അങ്ങ് തടാകത്തിലേക്ക് വളഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? അമേരിക്കയിലെ കീ വെസ്റ്റ് പോലെ തോന്നി. ഞാൻ കുറേ നേരം ആ കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങ് നിന്നുപോയി. എൻ്റെ പൊന്നെ, അവിടെ എന്തോ ഒരു ആളുകളായിരുന്നെന്നോ. എനിവേ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കയറ്റാൻ മാത്രമുള്ള ബോട്ടുകൾ ഉണ്ടായിരുന്നു. 3-4 ബോട്ടുകൾ ഒന്നിച്ചാണ് യാത്ര പുറപ്പെട്ടത്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് മസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ നീല തടാകത്തിൻ്റെ മധ്യത്തിലൂടെ യാത്ര തിരിച്ചു. തേക്കടി തടാകത്തിൻ്റെ പ്രത്യേകതയാണ് വളരെ പൊക്കത്തിൽ നിൽക്കുന്ന കുറ്റികൾ. ഈ ബോട്ടൊക്കെ ഈ കുറ്റികൾക്കിടയിൽ കൂടി പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ 4-5 സീ ലയൺസ് കുളിക്കുന്നത് കണ്ടു. സീ ലയൺസിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഉഷാറായി. ഓ, ഇനിയും നമുക്ക് ആനയൊക്കെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്നു. ബോട്ട് കുറച്ച് സമയം അത് കാണാനായി നിർത്തിയിട്ടു. ഈ തടാകത്തിൽ ഇപ്പോൾ ഇത്തിരി വെള്ളം കുറവായതിനാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഐലൻഡുകളും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കൂടാതെ 2 സൈഡിലും തിങ്ങി വളരുന്ന വനങ്ങളും വെള്ളം ഇത്തിരി കുറവായതിനാൽ വളഞ്ഞു പൊളിഞ്ഞ ലാൻഡ്സ്കേപ്പിങ്ങും അതീവ മനോഹരമായിരിക്കുന്നു. പ്രകൃതിയും വൃക്ഷങ്ങളും തടാകങ്ങളും ബോട്ട് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. അങ്ങനെ പോകുമ്പോൾ ദേ ഒരു ആന ഒറ്റയാൻ നിന്ന് മേയുന്നു. ഹോ, എല്ലാവരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. കാരണം ഈ ആനയൊക്കെ വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. നല്ല വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് വല്ലോ ഇതുങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് വരികയാണ് പതിവ്. ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോഴൊരു ആനയെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിപ്പോയി. ബോട്ടുകളൊക്കെ അവിടെ കുറേ നേരം നിർത്തിയിട്ടു. ആ ആനയുണ്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എല്ലാവരും ആനയെ കണ്ടല്ലോ. അപ്പോൾ തേക്കടിയിൽ വന്നാലേ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ആനകളെയും കാണാം കേട്ടോ.
പിന്നെ ഒരു സാമ്പാർമാൻ വെള്ളം കുടിക്കാൻ വരുന്നതും കണ്ടു. കൂടാതെ കുറച്ച് കാട്ടുപോത്തുകളും കുറേ ദൂരെ മേയുന്നത് കണ്ടു. ഇത്രയും മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഈ പെരിയാർ ലേക്കിലെ ഐലൻഡിലെ ഫേമസ് റിസോർട്ടാണ് ലേക്ക് പാലസ്. ബ്രിട്ടീഷ് വൈസ്രോയികളും ഗവർണർ ജനറൽസും ഒക്കെ സോവാസത്തിന് ഇവിടെ വന്നിരുന്ന സ്ഥലമാണ്. ഇവിടേക്ക് വരാൻ സ്പെഷ്യൽ ബോട്ടുണ്ട്. വളരെ മനോഹരമായി കെട്ടിയ സ്റ്റെപ്പുകളാണ്. ഇതങ്ങ് പാലസ് വരെയുണ്ട്. പബ്ലിക്കിന് ഇവിടെ ഇപ്പോൾ വന്ന് താമസിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നോക്കിയിട്ട് റൂംസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൽപ്പവനത്തിലോട്ട് പോയത്. ഇവിടെ താമസിച്ചാൽ രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ദേ കണ്ടോ, 2 കൊക്കുകൾ ഈ ഉണങ്ങിയ മരത്തിന്മേൽ ഇരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? പടമൊക്കെ വരച്ച പോലെ ഉണ്ട് അല്ലേ? ഞങ്ങളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്ത് വരുമ്പോൾ കുറേ പേരൊക്കെ ട്രക്കിങ്ങിന് പോകുന്നത് കണ്ടു. കൂടെ ഒരു ഗാർഡും ഉണ്ടായിരുന്നു. അതിനൊക്കെ ധൈര്യം തന്നെ വേണം, കാരണം ഇതിനകത്ത് ആനയൊക്കെ ഉണ്ട് കണിശമായിട്ടും. അങ്ങനെ ഒത്തിരി സുന്ദരമായ ഒരു ബോട്ടിംഗ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങൾ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തേക്കടിയിൽ ഒന്നും കൂടി പോകുന്നതിൽ ഒരു കുറ്റവും പറയാനില്ല കേട്ടോ. പ്രകൃതി സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ 1.25 മണിക്കൂർ നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തിയപ്പോൾ ഷട്ടിൽ റെഡിയായിട്ട് കിടപ്പുണ്ടായിരുന്നു.